ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്കേറ്റിംഗ് ഷൂവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഞാൻ ആദ്യം വാങ്ങിയ സ്കേറ്റിംഗ് ഷൂ ജോനെക്സിൻ്റെ ജെ ജോനെക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. 72 ആണ് വീൽ സൈസ്, ABC 5 ബെയറിങ്, ഹാർഡ് ബൂട്ടാണ്. ഇത് ബിഗിനേഴ്സിന് പഠിക്കാൻ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ അനുഭവിച്ചത് അങ്ങനെയാണ്. സ്പീഡ് കുറവായിരിക്കും, അതുപോലെ തന്നെ വീഴാനുള്ള സാധ്യത അതനുസരിച്ച് വളരെ കുറവായിരിക്കും. ഞാൻ ഇതുകൊണ്ട് റോഡിൽ വരെ സ്കേറ്റ് ചെയ്തതാണ്. ടോയ് ആണെന്നും പറഞ്ഞ് സ്കേറ്റ് ചെയ്യുന്നവർ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ടോയ് സ്കേറ്റിംഗ് ഷൂ ഇട്ടാണ് റീൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടർ കളിയാക്കിയായിരുന്നു. പക്ഷെ ഇത് ടോയ് ആണെങ്കിലും ബിഗിനേഴ്സിന് നല്ല ഒരു ഷൂ ആയിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ എളുപ്പം, പിന്നെ വീഴാനുള്ള സാധ്യതയും കുറവ്. അങ്ങനെയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു സ്കേറ്റിംഗ് ഷൂവിൽ പഠിക്കുന്നതാണ് നല്ലത്. വിലയും കുറവാണ്. 2100 രൂപക്കാണ് ഞാൻ വാങ്ങിയത് അന്ന്. അടുത്തത് എയറാവാട്ട് എന്നുള്ള കമ്പനികളാണ്. അവര് ഇതിന് നിരവധി എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ ഇതിൽ എഴുതിയിരിക്കുന്ന എയറാവാട്ടെന്നാണ്. ഇത് വീൽ സൈസ് 84 ആണ്. ABC 7 ആണ്. ഉപയോഗിക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് ഉപയോഗിക്കാൻ നമുക്ക്. പിന്നെ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് സോഫ്റ്റ് ബൂട്ടാണ്, ഹാർഡല്ല. കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാലൊരു സൈഡിലേക്ക് പോകണമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇത് ഒരു ചരിവ് വരും, ഇങ്ങനെ ചെരിഞ്ഞു പോകും. അതെന്തോ എനിക്ക് തോന്നുന്നു ഈ കമ്പനിയുടെ എന്തോ ഫോൾട്ടാണോ അറിയില്ല. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് 6 സൈസ് മതി. ഞാനത് വാങ്ങാൻ ചെല്ലുമ്പോൾ MF 500 വാങ്ങാൻ ചെല്ലുമ്പോൾ 6 സൈസില്ല. കമ്പനി ഇറക്കുന്നത് അന്ന് 8 തുടങ്ങി 10 വരെ ആയിരുന്നു. അങ്ങനെയാണ് ഇത് വാങ്ങാൻ കാര്യം. ഇത് അന്ന് വാങ്ങുമ്പോൾ 4100 രൂപക്കാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ റോഡിൽ സ്കേറ്റ് ചെയ്യാൻ നല്ലതാണ്. MF 500 80mm വീൽ സൈസിന്റെ ഉപയോഗിച്ചാലും ജെർക്കിങ് കുറവായത്. ഷോക്ക് അബ്സോർബൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഒരു നല്ല ഷൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത് റോഡിൽ സ്കേറ്റ് ചെയ്യാൻ. അടുത്തത് MF 500 ആണ്. ഓക്സലിലെ MF 500 നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്കേറ്റ് ചെയ്യാൻ ബെറ്റർ ആണ്. മറ്റുള്ള 80mm ആണ് വീൽ സൈസ്, ബെയറിങ് ABC 7. നല്ല സ്പീഡ് കൂടുതലാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ ഇത്തിരി ടൈം എടുക്കും. നമ്മളിത് സേഫ്റ്റി ഒക്കെ ഒരുപാടുണ്ട്. ലേസും ഉള്ള ഇതൊക്കെ വെച്ച് കാലൊക്കെ കുറച്ച് ഉള്ളിലേക്ക് ഇടണമെങ്കിൽ എനിക്ക് 6 സൈസ് മതി, പക്ഷെ ഇത് 7 ആണ്. ആദ്യം ചെല്ലുമ്പോൾ 8 സൈസ് തുടങ്ങിയാണ് കമ്പനി നിലവിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് 7 സൈസ് ഉണ്ടായിരുന്നത്. അങ്ങനെ 7 വാങ്ങി. എനിക്ക് ശരിക്കും 6 മതി. ഇനിയിപ്പോൾ 6 ഇറക്കിയിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് സ്പീഡ് കൂടുതലാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ജോനെക്സിന്റെ കുഴപ്പമില്ലാതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിഗിനേഴ്സ് അത് വാങ്ങിയിട്ട് കുറെ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് MF 500 അല്ലെങ്കിൽ MF 900 ഞാൻ അവിടെ ഇട്ട് നോക്കി. പക്ഷെ 900 ഉപയോഗിച്ചവർ പറയുന്നത് 900 ആണെങ്കിലും അതിനേലും കുറച്ചുകൂടി നല്ലതാണ് ഈ 8mm വീൽ സൈസ് എന്നാണ് പറഞ്ഞത്. രണ്ടും റോഡ് സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജെർക്കിംഗ് ഉണ്ട്. ഇതിനേലും ഈ ഷൂ ഞാൻ ഉപയോഗിച്ചപ്പോൾ ജെർക്കിങ് കുറവായിരുന്നു റോഡിലൊക്കെ സ്കേറ്റ് ചെയ്തപ്പോൾ. ആ സമയത്ത് MF 500 ഷോക്ക് അബ്സർ ഉണ്ട്. അതൊക്കെ ഒരു പേരിന് വെച്ചിരിക്കുന്നുള്ളൂ. റോഡിൽ സ്കേറ്റ് ചെയ്യുമ്പോൾ ജെർക്കിങ് ഉണ്ട് ഈ MF 500. പക്ഷെ ഷൂ നല്ലതാണ്. സ്കേറ്റിംഗ് ഷൂ നല്ല ഷൂ ആണ്, നല്ല സ്പീഡാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെയിറ്റ് വളരെ കൂടുതലായിരുന്നു, നല്ല വെയിറ്റാണ്.
അപ്പൊ ഇത്രയൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്കേറ്റ് ഷൂ വാങ്ങാൻ പോകുമ്പോൾ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനത്തെ വാങ്ങണം ചേട്ടാ റോഡിൽ സ്കേറ്റ് ചെയ്യാൻ? അപ്പൊ വീൽ സൈസ് 84 ആണ് റോഡിൽ സ്കേറ്റ് ചെയ്യാൻ നല്ലതെന്നുള്ളതാണ് എന്റെ അനുഭവം. ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കണ്ട ആ, ഇതും വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതായിട്ട് എനിക്ക് തോന്നിയത്. 84 വീൽ സൈസ് കിട്ടുമെങ്കിൽ ഓക്സല്ലോ അങ്ങനെ 84 ഇറക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. 80 കഴിഞ്ഞവർ ഇറക്കുന്നത് 110 ആണ് ഇറക്കുന്നത്. 110 എന്ന് പറഞ്ഞാൽ 900 ഓക്സല്ലോ 900 ഈ പറയുന്നത്. അതിന്റെ വീൽ സൈസ് 110 ആയിരിക്കും. അപ്പോ ഓക്സല്ലോ MF500 കുഴപ്പമൊന്നുമില്ല, അത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന് റേറ്റ് 8000 രൂപയാണ്. അപ്പോ 8000 രൂപ കൊടുത്ത് 1 രൂപ അവർ ബാക്കി തന്നുള്ളൂ. ഡിക്കാത്തലോൺ കുളശ്ശേരിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വാങ്ങാൻ നോക്കാം. ആദ്യം വാങ്ങുമ്പോൾ എപ്പോഴും കുറഞ്ഞത് വാങ്ങിച്ച് അതിൽ പഠിച്ച് ജോനെക്സിന്റെ വാങ്ങുന്നത് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. അതിൽ പഠിച്ചതിന് ശേഷം മറ്റുള്ള ഈ ഓക്സലോ വാങ്ങിയാൽ മതി. പിന്നെ റോഡിൽ നമ്മൾ അങ്ങനെ എപ്പോഴും സ്കേറ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ലല്ലോ. റോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വാഹനങ്ങൾക്കുള്ള റോഡാണല്ലോ. പിന്നെ ഞാനിത് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ വ്യായാമം, ശരീരം അനങ്ങുക എന്നുള്ളൊരു ഇത് വെച്ചാണ് ഇതൊക്കെ വാങ്ങിയത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.